കേരയിൽ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് പാർലമെന്റിൽ കൃത്യമായി മറുപടി നൽകാതെ റെയിൽവേ സഹമന്ത്രി റാവു സാഹേബ് ദൻവെ. വന്ദേഭാരത് സർവീസുകളും അധിക ബോഗികളും കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരയിൽ പോലുള്ള അർദ്ധ അതിവേഗ പാതകളുടെ പ്രാധാന്യം തെളിയിക്കപ്പെട്ടുവെന്ന് ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടി. കേരയിലിന് അനുമതി നൽകുമോ എന്ന വ്യക്തമായ ചോദ്യത്തിന് വിഷയം തൊടാതെയുള്ള റെയിൽവേ സഹമന്ത്രിയുടെ മറുപടിയും വിചിത്രമായി. Vande Bharat trains which are plying in Kerala has the highest occupancy rate in the country. Now it has proven that there is a demand for a semi-high-speed railway because of the enhanced demand in Vande Bharat. In this context, I would specifically ask the minister whether he will consider the Kerala project submitted by the Kerala government with the railway ministry. കേരളിന് അനുമതി വൈകുന്നതിനെക്കുറിച്ചായിരുന്നു രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യം. ദക്ഷിണ റെയിൽവേക്ക് വന്ദേ ഭാരത് സർവീസുകൾ അനുവദിക്കുകയും അധികം നിരക്കുണ്ടായിട്ടും യാത്രക്കാരിൽ നിന്നും നല്ല പ്രതികരണവും ലഭിക്കുന്നുണ്ട്. അർദ്ധ അതിവേഗ പാതകളുടെ സാധ്യതകൾ ഇതോടെ തെളിയിക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ കേരളിന് അനുമതി ഉടൻ ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ കേരളിനെ തൊടാതെയുള്ള വിചിത്രമായ മറുപടിയാണ് റെയിൽവേ സഹമന്ത്രി റാവു സാഹിബ് ദൻവെ നൽകിയത്. 39 ट्रेन आज के दिन अपन चला रहे और जैसी जैसी ट्रेन की उपलब्धता होगी वैसे हम दे देंगे. Thank you. There are other methods. माननीय सदस्य का जो सवाल है आप पता करके माननीय मंत्री जी बुलाकर उन्हें बता देंगे. Thank you. നിലവിൽ 39 ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ അനുവദിക്കുമെന്ന മറുപടിയുമായി കേരയിൽ വിഷയത്തിൽ നിന്നും റെയിൽവേ സഹമന്ത്രി ഒഴിഞ്ഞുമാറി. വിഷയത്തിൽ ഉരുണ്ടുകളിച്ച റെയിൽവേ സഹമന്ത്രിയെ ചെയറിലിരുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ഇടപെട്ട് രക്ഷപ്പെടുത്തുന്നതും കാണാം. കേരയിൽ നടപ്പാക്കാൻ കേരള സർക്കാരിന് താല്പര്യമില്ലെന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ബജറ്റ് ദിവസം പ്രതികരിച്ചത്. പിന്നാലെയായിരുന്നു പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് എംപി വിഷയം വ്യക്തമായി ഉന്നയിച്ചത്. ഇതോടെ കേരയിൽ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമായി. കൈരളി ന്യൂസ്, ദില്ലി.